കല്യാണ ആലോചനയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങ് തൃശ്ശൂരിലാ കക്ഷികൾ. ഓ, നല്ല കുടുംബക്കാർ, വേണ്ടുവോളം ഭൂസത്ത്. പയ്യന് അങ്ങ് കൽക്കട്ട വലിയൊരു കമ്പനിയിലെ വലിയ മാനേജരാണ്. ഓ ശരി. ഓ, എനിക്ക് ആണും പെണ്ണുമായി ഒരു മകളേ ഉള്ളൂ. ഓ, അവൾ കളിച്ചു നടക്കുന്ന പ്രായമാണ്. കല്യാണക്കാര്യം പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാകുമോ എന്നെനിക്കറിയില്ല. അവളും മറ്റാരും തന്നെ ഇവിടെ ഇല്ല. അവർ വന്നോട്ടെ, ചോദിച്ചിട്ട് പറയാം. മതി, അത് മതി. അല്ല, ഈ 16 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നതാ അതിന്റെ ഭംഗി. കാരണം പേര് തൊട്ട് കേൾപ്പിക്കാൻ അത് സമയമല്ലെന്ന് വേണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഓ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ, പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഞാൻ അറിയാതെ നടത്തരുത്. ഒരിക്കലുമില്ല. ഓ, എന്നാ പിന്നെ रोमहर्षद
എനിക്ക് അടക്കി വെക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്റെ സ്വന്തമായി, എന്റെ സ്വന്തം. എത്ര ജന്മങ്ങൾ തപസ് ചെയ്താലാണ് ഇതുപോലൊരു ഗന്ധർവന് ജീവിത സർവസ്വമായി കിട്ടുക? ഇന്നെന്താ പ്രത്യേകിച്ച്? ഓ, ഞാനത് പറഞ്ഞില്ലല്ലോ. ഇന്നും ഞങ്ങൾ തമ്മിൽ കണ്ടു. സന്ധ്യയ്ക്ക് ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നമ്മുടെ ഉദ്യാനത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം നേരെ കയറി വന്നു. ദാ ആ കാണുന്ന ഇഴഞ്ഞിത്തറയിൽ വന്നിരുന്നു. ഞങ്ങൾ പരസ്പരം കണ്ടു. ഒന്നും പറയാതെ കണ്ണുകൾ കൊണ്ട് 1000 കാര്യങ്ങൾ പറഞ്ഞു. ആ പുല്ലാങ്കുഴലിലൂടെ ശ്രുതി മധുരമായി അദ്ദേഹം എനിക്ക് വേണ്ടി പാടി. പ്രേമത്തിന്റെ 1000 വസന്തങ്ങൾ എന്റെ മുമ്പിൽ പൂത്തുലേന്ത് പോലെ എനിക്ക് തോന്നി. കുഞ്ഞിപ്പോൾ ദിവാസ്വപ്നം കാണാൻ തുടങ്ങിയല്ലേ? അല്ല, സത്യമായിട്ടും. എന്റെ ബാലം, അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞു പോയിട്ട് നിമിഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ ലഹരിയിലാണ് ഞാൻ. ദാ തൊട്ടു നോക്ക, എന്റെ ശരീരത്തിലെ ചൂട് ഇതുവരെ ആറിയിട്ടില്ല. പ്രേമത്തിന്റെ പൊള്ളുന്ന ചൂട്. കുഞ്ഞി, എനിക്ക് പേടിയാവുന്നു. കുഞ്ഞെന്തൊക്കെയാണ് ഈ പറയുന്നത്? മാനസിക നില തെറ്റിയവരെ പോലെ. എന്റെ ബാലു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പേടിക്കാൻ ഒന്നുമില്ല. ഞാൻ എത്രയോ കാലമായി മോഹിച്ച എന്റെ ആത്മനാഥനെ പൂർണ്ണമായും എന്റേതാക്കാൻ കഴിഞ്ഞ അതിര് കടന്ന സന്തോഷം കൊണ്ടാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നടക്കി വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നും നിങ്ങൾ തമ്മിൽ കണ്ടെന്നാണോ? കണ്ടു. എല്ലാത്തിലും ഒരു സംശയാലുമായിരുന്നുവല്ലോ അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന്റെ എല്ലാ സംശയങ്ങളും മാറി. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ആരെ നിർത്താലും എന്നോടത്ത് ജീവിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം സ്വയം സമ്മതിച്ചു? ഇല്ല, ഞാൻ സമ്മതിപ്പിച്ചു. ഇത്ര നിഷ്കളങ്കമായ മനസ്സുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. എത്ര തങ്കപ്പെട്ട മനുഷ്യനാ. ആ ഗന്ധർവനെയും ഗന്ധർവ സംഗീതം ഒഴുകുന്ന ആ പുല്ലാങ്കുഴലിനെയും എനിക്ക് മറക്കാനാകുന്നില്ല. അതെ, സൗന്ദര്യവും സംഗീതവും ഒത്തിണങ്ങിയ ഒരു അതുല്യ കലാകാരനാണ് അദ്ദേഹം. തീർച്ചയായും ആ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ നിധി നേടിയ കുഞ്ഞ് ഭാഗ്യവതി തന്നെയാണ്. പക്ഷേ എന്ത് പക്ഷേ? പണത്തിന്റെയും പ്രതാപത്തിന്റെയും കിരീടം വെച്ച സദാചാരത്തിന്റെ ഉടവാൾ ഉറയിലിട്ട് ഉറങ്ങാതെ ഉറക്കം നടിക്കുന്ന സമൂഹം നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ നേരിടുമെന്നാണ് എനിക്ക് പേടി. ഈ ലോകത്ത് ഒരു ശക്തിക്കും ഒന്നായി ചേർന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച്, ഇല്ലെങ്കിൽ ആശിക്കുന്ന ആർക്കൊപ്പോ സഹശയനത്തിന് പണക്കാരന് പട്ടുമെത്ത വിരിച്ചു കൊടുക്കുന്ന നമ്മുടെ സമൂഹം പാവപ്പെട്ടവന്റെ പ്രേമത്തെ സദാചാരത്തിന്റെ വാൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്നത് ചരിത്രമാണ്. അത് തിരുത്തിയേ കഴിയൂ. വേണ്ടി വന്നാൽ ഞാൻ എന്നെ ബലി കൊടുത്താണെങ്കിലും അത് തിരുത്തും. കുഞ്ഞേ, പറയാൻ എളുപ്പമാണ്, ഇത് ജീവിതമാണ്. പ്രേമത്തിന്റെ ലഹരി തണുക്കുമ്പോൾ, കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പിന്തിരിഞ്ഞോടരുത്. ഭാനു, നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ? എന്താ, ഞാൻ രമണനെ ചതിക്കുമെന്നാണോ? ചതിക്കാതിരുന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോഴേ ആ പാവത്തിനെ ആ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടേക്കൂ. ഭാനു, നീ അതിര് കിടക്കുന്നു. അവിടെ ഒരു അട്ടഹാസവും ബഹളവും. നേരം വാതിര കഴിഞ്ഞില്ലേ? ഈ പിള്ളേർക്ക് ഉറക്കവുമില്ലേ? ഭാനു, വിളക്കണച്ച് കിടന്നുറങ്ങും. മക്കളെ ആട്ടും പച്ചത്തിങ്ങളെ രാവിലെ ആക്കുക മലയിലോട്ട് കൊണ്ടുവിടും. എടാ കോമലോ, പോവാലോ. ഈ അപ്പന് ഉറക്കമില്ലേ? നേരം പുലർന്ന് വരണതല്ലേ ഉള്ളൂ. ആ പാവത്തുങ്ങള് ഒന്ന് കിടന്ന് ഉറങ്ങിക്കൊടന്റെ അപ്പ. എടാ
മിണ്ടാ പ്രാണികൾ ഇന്നലെ പട്ടിങ്ങ. ഇന്നെങ്കിലും അക്കരെ മലയിലോട്ട് കൊണ്ടുവിടണം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല പച്ചിലകളും പുല്ലും ഒക്കെ ഉണ്ട്. എടാ തയ്യറ്റ് നിൽക്കണ കൊച്ചിക്കാരുകളാണടാ അവിടെ. എന്റെ അപ്പ നേരെ വന്ന് പുറന്നോട്ടെ, എന്നിട്ട് കൊണ്ടുപോയാ പോരെ. മക്കളെ യമന എഴുന്നേറ്റില്ലേ? അവൻ നല്ല ഉറക്കത്തിലാണ്. ഈയിടെയായി അവന് രാത്രിയിൽ നല്ല ഉറക്കമില്ലെന്ന് തോന്നുന്നു. രാത്രി മുഴുവൻ എന്തൊക്കെയോ പിച്ചും വെയും പറയും. വെളുപ്പിലാണ് ഉറക്കം. മക്കളെ അവൻ എന്തൊക്കെയോ ഉപദ്രവം. അപ്പന്റെ വെറുതെയുള്ള തോന്നലുകളാണ്. അവനൊരു കുഴപ്പമില്ല. നീ എങ്ങനെ അറിയാണ്? മണം അടിച്ച വാച്ചിനെ പോലെ കൂർക്കം വലിച്ച് ഉറക്കമല്ലേ. എടാ ആ മുഖത്തൊന്ന് തൂച്ചിച്ച് നോക്ക്. ഈയിടെയായി ആ മുഖത്ത് എന്തൊക്കെയോ ഒരു കരിവാരിപ്പ്. അതുള്ളതാ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഉറക്കം കെടുത്തണ യാതോ തുണ്ടലേറ്റി അവന്റെ ദേഹത്ത് കൂടിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു പറഞ്ഞത് മക്കളെ ഈ കാട് ഒരുപാട് യക്ഷികളും മരതകളും ഒക്കെ വസിക്കുന്ന സ്ഥലമല്ലേ. നമ്മൾ ആറ്റിന്റെ കരയില്ലേ ഒരു 1000 പാലില്ലേ? ആ പാലില് ഒരു തുണ്ടല യക്ഷി സ്ഥിരമായി താമസം കൊണ്ടുപോലും എന്റെ അപ്പനപ്പന്മാര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാ. അതിന് നമ്മക്കെന്താ എന്റെ അപ്പ? നമുക്കെന്താന്നാ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ കണ്ടാ അവള് വശീകരിക്കും. ആദ്യം പതുങ്ങി ചെറുവാല്യക്കാരനെ പിന്നാലെ കൂടും. പിന്നെ രാത്രിയിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകും. നേരം വെളുക്കും മുമ്പേ തിരിച്ചുകൊണ്ട് വിടും. അവരൊരുമിച്ച് കഴിയണത് മറ്റു മനുഷ്യര് കണ്ടാൽ അവനെ പിറ്റേന്നവൻ പാലമരത്തിൽ കെട്ടിത്തൂക്കും. അറിയാവോ? അതാണ് എന്റെ അപ്പ. വെറുതെ അതും ഇതും പറഞ്ഞൊന്ന് പേടിപ്പിക്കാതിരിക്കോ. നമ്മുടെ രമണനെ അവനൊരു കുഴപ്പമില്ല. അതല്ല മക്കളെ, അവനെ കണ്ട ആരും കണ്ണുവെച്ചു. അവൻ വെറും ഒരു ആട്ടിടനല്ല പോലും. ശാപം പറ്റി ഭൂമിയിലെത്തിയ ഗന്ധർവനാണെന്നാണ് നമ്മുടെ കൂട്ടത്തിലെ മൂപ്പന്മാര് പറയുന്നത്. അവന്റെ അപ്പനമ്മമാർ ആരൊക്കെയാണെന്നോ എവിടെ ജനിച്ചെന്നോ ആർക്കും അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ എങ്ങനെ എത്തി? അതൊരു കഥ. നിന്റെ അമ്മ ചിറക് വറക്കാൻ കാട്ടിലേക്ക് പോയപ്പോ കരഞ്ഞുകൊണ്ട് നിൽക്കണം ഒരു കുട്ടീനെ കണ്ടു. കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക് പേടിച്ചു വരച്ച് നിൽക്കുന്ന ആ കുട്ടീനെ നിന്റെ അമ്മ കുടിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നോടൊപ്പം വളർത്തി. പിന്നെ അവന്റെ അപ്പനും അമ്മയും എല്ലാം ഞങ്ങളായി. നിന്റെ അമ്മ മരിക്കാൻ നേരത്ത് അവന്റെ എല്ലാ കാര്യങ്ങളും ഇയാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. മക്കളെ ഞാൻ അവന് നീ ഒരുപോലെയാണ്. അപ്പൊ നീ അപ്പം പറഞ്ഞ പോലെ നമ്മുടെ രമണൻ എന്തെങ്കിലും പറ്റിക്കാണോ? മക്കളെ ഏതായാലും നമുക്ക് ഉടനെ ഒരു തറ അയച്ച കഴിക്കണം. മക്കളെ നിനക്ക് സുഖയില്ലേ? ഒന്നുമില്ലപ്പാ, ചെറിയൊരു ഉടമ്പ് വേദന. അതങ്ങ് മാറിക്കോളൂ. കോമള നിങ്ങളൊക്കെ പൊക്കോ. ഞാൻ രമണനും കുറച്ച് കഴിഞ്ഞിട്ടങ്ങ് എത്തിക്കോളാം. മക്കളെ ദേഹത്ത് എന്തെയോ ഉപദ്രവം. ഈ വനത്തിലെ അസമയത്ത് യാത്ര അത്ര നല്ലതല്ല. അങ്ങനെയൊന്നും ഇല്ലപ്പാ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ ക്ഷീണമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഉറക്കം കിടത്തണ യാതോ തുണ്ടലേച്ചി മക്കളെ നേരത്ത് കൂടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ലപ്പാ. അപ്പം വിചാരിക്കുമ്പോൾ ഒരു രക്ഷ എന്റെ ദേഹത്ത് കൂടിയിട്ടില്ല. നീ എങ്ങനെ അറിയണ? ഇത് ഏതോ തുണ്ടലേച്ചി കൂടിയത് തന്നെ. രമണാടാ, കാര്യങ്ങൾ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട. നമ്മുടെ അപ്പനെ നല്ല ഒന്നാന്തരം മന്ത്രവാസിയാ. ചുട്ട കോഴിയെ പറപ്പിക്കണ മന്ത്രവാസി. അതുകൊണ്ട് അപ്പം പറയുന്ന എന്തെങ്കിലും കാര്യം കാണും, പറഞ്ഞേക്കാം. കുട്ടീനെ കാക്കണേ. എന്റെ കുട്ടീന്റെ നേരത്ത് കൂടിയിട്ടുള്ള മരണങ്ങളെ ഒഴിഞ്ഞു പോ.
ഇന്ന് രാത്രിയില് എന്റെ മക്കള് നന്നായിട്ട് ഉറങ്ങും. ഇല്ലെങ്കിലേ നമുക്കുടനെ ഒരു മന്ത്രവാസം നടത്തണം. മദനാ, എന്റെ പിള്ളക്ക് തീരെ സുഖമില്ല. മക്കളെ, നീ ഒന്ന് പുറത്തു പോണ്ട. അതിനാ അവനെ കൂട്ടായി നീ ഇന്നിവിടെ ഇരുന്നാ മതി. ആയിക്കോട്ടെ. ഞാനും അക്കരെ മലയിലോട്ട് പോണം. ആ കോമളനും കോവാലനും ആദ്യപക്ഷത്തിനടുത്തുണ്ടോ അതോ തണലത്ത് കോത്തും വിരിച്ച് കടന്നു എന്തോ എന്തോ. രമണ, നിനക്കിത് എന്ത് പറ്റി? കുറെ നാളായല്ലോ നീ ഇങ്ങനെ ആരോടും ഒരു മിണ്ടട്ടമില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ ആ കളിയും ചിരിയൊക്കെ ഇതെവിടെ പോയടാ? എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് വെറുതെ തോന്നുമായിരിക്കും. എടാ, നിന്റെ ഈ മുഖം കണ്ടാലേ അറിയാം നിന്റെ മനസ്സിൽ കാര്യമായി എന്തോ ഉണ്ടെന്ന്. ആ രഹസ്യം എന്താണെങ്കിലും എനിക്ക് എന്നോട് പറഞ്ഞൂടെ? രഹസ്യോ? എനിക്കോ? എടാ മദന, നീ നിന്റെ പാടുമോ? എടാ, ഒന്നുമല്ലെങ്കിലും കുട്ടിക്കാലം മുതലേ ഒരു മനസ്സും ഇരുമെയ്യുമായിട്ട് വളർന്നവരല്ലേടാ നമ്മൾ. നമുക്കിടയിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിട്ടുണ്ടോടാ? നീ എനിക്ക് സ്വൈര്യം തരും. ഓഹോ, ഇപ്പൊ അങ്ങനെയായില്ലേ? രമണ, നിന്റെ ഈ മുഖം കണ്ടാലേ അറിയാം നിന്റെ മനസ്സിൽ കാര്യമായി എന്തോ ഉണ്ടെന്ന്. നമുക്ക് കള്ളം പറഞ്ഞാലും നിന്റെ ഈ മുഖം ഉണ്ടല്ലോ, അതൊരിക്കലും കള്ളം പറയില്ല. മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ. രമണ, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ എന്താണെന്ന് എന്നോട് പറയേ. നിന്റെ ഈ വാക്ക് കേൾക്കുമ്പോ എന്റെ മനസ്സ് നേറുകണ്ട. മദന, നീ ഇങ്ങനെ കണ്ണിച്ചോരായില്ലാതെ സംസാരിക്കരുത്. എടാ, എന്നിട്ട് നീ ഒന്നും പറയുന്നില്ലല്ലോ. പറയാം, അല്ലെങ്കിലും നീ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോടാ? എടാ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ മനസ്സ് തീ തന്നെയാണ്. നീ എന്നോടൊന്നും പറയുന്നുമില്ല. എടാ, ഞാനിതിങ്ങനെ സഹിക്കും. പറയാം, അങ്ങനെയെങ്കിലും എന്റെ മനസ്സിനൊരല്പം ആശ്വാസം കിട്ടിക്കോട്ടെ. രമണ, നീ എന്താണെങ്കിലും പറയുന്നുണ്ടോ? എന്തു വന്നാലും ഈ ഞാനുണ്ട് നിന്റെ കൂടെ. അങ്ങകലെ ആ ശരത്കാല മേഘങ്ങൾക്കിടയിൽ രാജകുമാരിയെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വെള്ളി നക്ഷത്രം. ഇങ്ങ് താഴെ ഈ ചെറു പൂഴിമണ്ണിൽ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു പുൽക്കൊടിയെ പ്രണയിക്കുന്നു. ഈ പുൽക്കൊടിക്ക് അങ്ങ് ആകാശത്തോളം ഉയരാനോ ആ വെള്ളി നക്ഷത്രത്തിന് ഇങ്ങ് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനോ കഴിയുന്നില്ല. ഈ അന്തരാളത്തിൽപ്പെട്ട് ഞാൻ ഉഴറുകയാണ് മകന. എടാ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആ വെള്ളി നക്ഷത്രം, ആ മാളികയിലെ ചന്ദ്രിക എന്ന സുന്ദരിയായ പ്രഭുകുമാരി, തലതാഴ്ത്തി നിൽക്കുന്ന പുൽക്കൊടി, ഈ പാവപ്പെട്ട ആട്ടിടയൻ, ഞങ്ങൾ തമ്മിൽ പ്രണയം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പ്രഭുകുമാരിയെ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുവാൻ ഞാൻ അർഹനല്ല. എന്നിട്ടും അവൾ എന്നെ പ്രണയിച്ചു. പലവട്ടം ഞാൻ ആ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. പക്ഷേ അവൾ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും മദന? നീ എന്തിനാടാ വെറുതെ മനസ്സ് പുണ്ണാക്കുന്നത്? ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിച്ചു പോയി എന്ന് വെച്ച് അവൾക്കൊരു പാവപ്പെട്ടവനെ സ്നേഹിച്ചൂടെ? അല്ല, ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിച്ചത് അതാ കുട്ടിയുടെ തെറ്റാണോ? രമണ, എനിക്ക് ആ ചന്ദ്രിക അറിയാം. അവൾ വളരെ നല്ല കുട്ടിയാ, ദേവതയാണ്. അവൾക്ക് നീ അവളുടെ പ്രാണനേക്കാൾ പ്രിയമായിരിക്കാം. നിനക്കും അവൾ നന്നായിട്ട് ചേരും. നീ ഒന്നുകൊണ്ടും അവളെ സങ്കടപ്പെടുത്തരുത്. അവൾ ശപിച്ചാൽ ഒരുപക്ഷെ നീ ഭസ്മമായി പോകും. മദന, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാട്ടിലും മേട്ടിലും ആടുമേച്ചിറക്കുന്ന ഈ ഞാനും അങ്ങ് മണിമാളികയിൽ സർവേശ്വര്യങ്ങളോടുകൂടി പട്ടുമെത്തയിൽ കഴിയേണ്ട അവളും. എടാ, പ്രണയത്തിന് മുന്നിൽ ഈ കാണുന്ന സുഖങ്ങളൊന്നും ഒരു സുഖങ്ങളല്ല. ശരീര സൗന്ദര്യം പോലും അവൾ കണക്കാക്കുന്നില്ല. ചന്ദ്രിക സ്നേഹിക്കുന്നത് നിന്റെ മനസ്സിനെയും അതിൽ നിന്ന് ഊറി വരുന്ന പുല്ലാങ്കുഴൽ നാദത്തെയുമാണ്. നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. എല്ലാം നല്ലതിനെ വരൂ. എന്തോ എന്റെ തലയാകെ പുകയുന്നു. ഈ പ്രണയ നാടകത്തിന്റെ അന്ത്യം അതെന്താകുമോ എന്തോ. ഏതായാലും അത് ഈ കാലം തന്നെ തെളിയിക്കട്ടെ. പണവും പ്രതാപവും അത്തിടത്തും പ്രണയം മുളച്ചുകൂടായികയില്ല.
സമുദായ നീതികളല്ലതിൻ്റെ വിമല സാമ്രാജ്യത്തിൻ മാനദണ്ഡം. അതിലീ ശരീരം ശരീരമല്ല, ഹൃദയം ഹൃദയത്തെയാണു കാണൂ. സംഗീത സാരമേ ഇന്നിവിടെ നീ മാമക പ്രേമ രംഗ സംഗീത സാരമേ മന്മനം കവർന്നു നീ ഗന്ധർവ രത്നമേ ഇന്നിവിടെ നീ മാമക പ്രേമ രംഗ സംഗീത സാരമേ. ഇനി നീട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഇന്നെല്ലാം പറയണം. ഇന്നൊരു തീരുമാനത്തിലെത്തണം. എന്താണ് ഈ രാത്രി ഒറ്റയ്ക്ക്? ആരോടൊന്നില്ല ഒരു സംഭാഷണം? വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അല്ല, ദേവി ഇന്ന് പതിവിലേറെ ഉല്ലാസവതിയാണല്ലോ. അതെ, ഞാൻ നേരെ ഉല്ലാസവതിയാണ്. ഇന്ന് എന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? ഇന്ന് ചിത്ര പൗർണമിയല്ലേ? അതെ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത്, ഹൃദയം കൈമാറിയത് ഒരു ചിത്രാ പൗർണമി നാളിലായിരുന്നു. ഇന്നേക്ക് 1 വർഷം മുമ്പ്. ശരിയാണ്, പക്ഷേ യുഗങ്ങളായി നമ്മൾ ഒന്നിച്ചായിരുന്നത് പോലെ. സ്നേഹമുള്ളവർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സുദിനത്തിൽ എന്താണ് എനിക്കൊരു സമ്മാനം തരുന്നത്? അയ്യോ, ഈ പാവപ്പെട്ടവൻ എന്ത് സമ്മാനം തരാനാണ്? തുടങ്ങി ഈ വേദാന്തം പറച്ചിൽ ഒന്ന് നിർത്തിക്കൂടെ? എന്നാൽ ഞാനൊരു സമ്മാനം ചോദിച്ചോട്ടെ, തരുമോ? ചോദിച്ചോളൂ. വിശ്വപ്രണയം മുഴുവൻ ചുണ്ടിലൂടെ വലിച്ചെടുത്ത് പ്രപഞ്ചത്തെ സംഗീതത്തിൽ ആറാടിക്കുന്ന ഈ പുല്ലാങ്കുഴൽ, രമണന്റെ ഗന്ധർവ സംഗീതം ഉറങ്ങുന്ന ഈ പുല്ലാങ്കുഴൽ. ഈ പുല്ലാങ്കുഴൽ ഇതിന്റെ ജീവനാണ്, എന്റെ ജീവിതമാണ്. ഞാനിതിന്റെ ദേവിക്ക് സമർപ്പിക്കുന്നു. എന്റെ മരണം വരെ ഞാനിതെന്റെ പ്രാണന്റെ പ്രാണനിൽ ചേർത്ത് വെച്ച് സൂക്ഷിക്കും, എന്റെ രമണനെ പോലെ. ചന്ദ്രികെ, നീയൊരു ദേവതയാണ്. നിന്റെ സാന്നിധ്യം ഈ പാവപ്പെട്ടവനെ അവൻ പോലും അറിയാതെ മറ്റേതോ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നത് പോലെ. നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. ഇന്നു മുതൽ നമ്മൾ അന്യരല്ല, ഒന്നാണ്. അതുകൊണ്ട് നാളെ മുതൽ കാട്ടിലേക്ക് ആട് മേയ്ക്കാൻ എന്നെ കൂടെ കൊണ്ടുപോകണം. എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ആട് മേയ്ക്കാൻ കാട്ടിലേക്ക് വരുന്നത് എന്താ? എനിക്ക് വന്നുകൂടെ? ഞാനും അതൊക്കെ പഠിക്കണമല്ലോ. ആ കാടുകൾ എത്ര മനോഹരമായിരിക്കും! നാനാ നിറത്തിലും തരത്തിലും പൂത്ത് മണം ചെറിയുന്ന വള്ളിപ്പടപ്പുകളും മരങ്ങളും, നാനാ രാഗങ്ങളിൽ പാടുന്ന കിളികൾ, പൊട്ടിച്ചിരിച്ചൊഴുകി പായുന്ന കാട്ടുതീരുകൾ. ഓ, എന്ത് രസമാണ് അവിടെ കാണാൻ! എന്റെ പൊന്നെ, വെണ്ണക്കൽ പാകിയ അകത്തളങ്ങളിൽ വിടർന്ന ചെമ്പനീർ പൂ പോലെ മൃദുലമായ ഈ പാദങ്ങൾ താളാത്മകമായി ചലിപ്പിച്ച് മണിമാളികയിലും പൂന്തോട്ടത്തിലും മാത്രം നടന്ന് ശീലിച്ച എന്റെ ദേവിക്ക് ചേർന്നതല്ല കല്ലും മുള്ളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ കാനന വീതികൾ. എന്റെ രമണ, ആ കാണുന്ന മണിമാളികയ്ക്കുള്ളിൽ എനിക്ക് എന്റെ പ്രേമ സാമ്രാജ്യത്തെ ഒതുക്കി വയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിശ്വപ്രകൃതിയുടെ വിരുമാറിൽ നമുക്ക് ഒരുമിച്ച് സല്ലപിക്കാൻ
എന്നെ കൂടാൻ കാട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഈ ഗന്ധർവന്റെ മടിയിൽ തലവെച്ച് കിടന്ന് എനിക്കൊരു ദേവതയാണ്. കാണാൻ കുതിച്ച ഒരുപാട് സ്വപ്നങ്ങൾ കാണണം. നമ്മളൊരുമിച്ച് ആടുമയ്ക്കാൻ കാട്ടിലേക്ക് പോയാൽ അത് നാലാൾ അറിഞ്ഞാൽ എന്താകും സ്ഥിതി? ഇക്കാര്യം ദേവിയുടെ വീട്ടുകാരറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും ആലോചിച്ച് അങ്ങ് മനസ്സ് പുണ്ണാക്കേണ്ട. വീട്ടുകാരെന്നെ വിവാഹത്തിന് നിർബന്ധിച്ചു തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ അവരോടെല്ലാം തുറന്നു പറഞ്ഞേ മതിയാകും. അത് കഴിഞ്ഞു വേണോ അതിനു മുമ്പ് വേണോ ഭൂകമ്പം എന്നേ തീരുമാനിക്കേണ്ടതുള്ളൂ. അപ്പോ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? നമ്മുടെ ബന്ധം ഇനിയും ഒളിച്ചു വെക്കാൻ ഞാനില്ല. എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. അങ്ങേ കൂടാതെ ഒരു ജീവിതം എനിക്ക് ആവശ്യമില്ല. മറ്റൊരാളിൽ എന്നെ പിടിച്ചു കൊടുക്കാനാണ്